1920-കളിൽ ഭാരതം ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ കിടന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ജനങ്ങൾ ഭീതിയിൽ കഴിഞ്ഞു. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ തീരുമാനപ്രകാരം ഉപ്പിന് നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നു. ആയതിനാൽ നികുതി നൽകാതെ ജനങ്ങൾക്ക് തടവ് ശിക്ഷ ലഭിക്കുമെന്ന്. എന്താണ് ഈ വിളംബരം ചെയ്തുകൊണ്ട് പോകുന്നത്? ഈ മുതൽ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഉപ്പിന് സായിപ്പിന് അങ്ങോട്ട് പണം കൊടുക്കണമത്രേ. എന്തൊരു അനീതിയാണിത്! നിങ്ങൾ ഈ ചെയ്യുന്നത് നിയമലംഘനമാണ്. അതുകൊണ്ട് നിങ്ങളെ തടവിലാക്കാനുള്ള ഉത്തരവുണ്ട്. സഹോദരങ്ങളെ, ബ്രിട്ടീഷ് സർക്കാരിന്റെ നിയമങ്ങൾ അതിരുകടക്കുകയാണ്. നമ്മൾ ഉണ്ടാക്കുന്ന ഉപ്പിനെ അവർ നികുതി ചുമത്തിയിരിക്കുന്നു. അതിനെതിരെ നമ്മൾ പ്രതികരിക്കണം. നമ്മൾ തന്നെ ഉപ്പുണ്ടാക്കും സമാധാനപൂർണമായി. ഗാന്ധിജി, നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. ഉപ്പുണ്ടാക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇതാണ് സത്യഗ്രഹം. 1930 മാർച്ച് 12-ന് ഗാന്ധിജിയും 78 അനുയായികളും സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡിയിലേക്ക് യാത്ര തിരിച്ചു. 390 കിലോമീറ്റർ ദൈർഘ്യമുള്ള സത്യാഗ്രഹ യാത്ര. ഇവിടെ ഞാൻ ബ്രിട്ടീഷ് നിയമം ലംഘിക്കുന്നു. ഉപ്പ് പിടിച്ച ഈ കൈ തകർക്കപ്പെട്ടാലും ഉപ്പ് വിട്ടുകൊടുക്കില്ല. നമ്മുടെ ജനങ്ങൾക്ക് ഉപ്പുണ്ടാക്കാനുള്ള അവകാശം തിരിച്ചു പിടിക്കുന്നു. നിങ്ങൾ നിയമം ലംഘിച്ചിരിക്കുന്നു. നിങ്ങൾ അറസ്റ്റിലാണ്. ഞങ്ങളുടെ നേതാവിനെ തടവിലാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഈ അനീതിക്കെതിരെ ഞങ്ങൾ ഒറ്റക്കെട്ടായി പോരാടും. ഇത് കേവലം ഉപ്പിന് വേണ്ടി മാത്രം നടന്ന പോരാട്ടമായിരുന്നില്ല, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന പോരാട്ടമായിരുന്നു. ഗാന്ധിജിയുടെയും അനുയായികളുടെയും നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ബ്രിട്ടീഷുകാർ മുട്ടുകുത്തി. 1947-ൽ ഇന്ത്യ സ്വാതന്ത്ര്യമായി.